ഹലോ ഡെൻസ്വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നമ്മൾ ചൂടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ 1/2 കിലോളം കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. നടുവൊന്ന് കീറിയതിന് ശേഷം പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അരിഞ്ഞ് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മളുടെ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം 4 പ്രാവശ്യം കഴുകി എടുത്തതാണ്. കുക്കറിൽ കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും കപ്പയുടെ മുകൾ ഭാഗം വരെ നന്നായിട്ട് വെള്ളം വേണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കുക, നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇനി എന്തിനാ ഇത്രയധികം വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ കപ്പ പുഴുങ്ങിയതിന് ശേഷം ആ വെള്ളം കൊണ്ട് ഊറ്റിക്കളണം. അപ്പോൾ കപ്പയുടെ ഒരു ചെറിയൊരു കട്ടുണ്ട്, അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം മുകൾ ഭാഗം വരെ നമ്മൾ ഇടുന്നത്. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുപ്പത്ത് മറ്റൊരു പാൻ വെച്ച് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേപ്പില, ഒരു 6-7 ചുവന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇപ്പോൾ കുഞ്ഞിന് മുടി കൊടുക്കാനുള്ള കാരണം ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കുക്കറിൻ്റെ വിസിലെല്ലാം പോയെന്ന് നോക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. വെള്ളമെല്ലാം കളഞ്ഞെടുത്തപ്പോൾ നോക്കിയപ്പോഴാണ് ഒരല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. അതല്ല എങ്കിൽ തേങ്ങ ചേർക്കാം. സാധാരണ കപ്പ പുഴുക്കെന്ന് പറയുമ്പോഴേക്കും അല്പം തേങ്ങ വേണമല്ലോ. ഒരു 6-7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ദോശത്തവി ഉണ്ടാവില്ലേ, അതെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടുകൊണ്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയിൽ ഉള്ള വെള്ളമെല്ലാം വറ്റിച്ച് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വേണം ഇങ്ങനെ നന്നായിട്ട് അമർത്തി ഈ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് അത് ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒരല്പം എരിവ് ആ സമയത്ത് മുളക് പൊടി ആ സമയത്ത് ചേർക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റാണ്. നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മിക്കവർക്കും അമ്മമാർക്കൊക്കെ അറിയാവുന്നൊരു വിഭവമാണ്. അപ്പോൾ ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.